ബ്രജമണ്ഡലത്തിലെ 84 കോശ വിസ്തൃതിയിലുള്ള പുണ്യഭൂമിയിൽ 48 വനങ്ങളുണ്ടെന്നാണ് വിശ്വാസം. പത്മപുരാണപ്രകാരം യമുനാ നദിയുടെ ഇരുവശങ്ങളിലുമായി 12 പ്രധാന വനങ്ങളാണുള്ളത്. അതിൽ അതിപ്രധാനമായ ഒന്നാണ് മധുവനം. സത്യയുഗം മുതൽ ദ്വാപരയുഗം വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ മണ്ണിൽ നടന്ന വിസ്മയകരമായ കഥകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. മധുവനം, യുഗങ്ങൾ സാക്ഷ്യം വഹിച്ച പുണ്യഭൂമി. മധുരമായ ഓർമ്മകളും ദിവ്യമായ ഗന്ധവും ഇന്നും അലയടിക്കുന്ന കാടാണ് മധുവനം. ഭാരതീയ പുരാണങ്ങളിലെ 3 പ്രധാന യുഗങ്ങളിലും മധുവനത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. 1. സത്യയുഗം, ധ്രുവന്റെ അചഞ്ചലമായ ഭക്തി. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടാരത്തിലെ അവഗണനയിൽ മനം നൊന്ത് കാട്ടിലേക്കിറങ്ങിയ ഒരു 5 വയസ്സുകാരനുണ്ടായിരുന്നു, ധ്രുവൻ. നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം ധ്രുവൻ തന്റെ തപസ്സിനായി തിരഞ്ഞെടുത്തത് ഈ മധുവനമായിരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമുരുവിട്ടുകൊണ്ട് ഒരു കാലിൽ നിന്ന് ധ്രുവൻ ചെയ്ത തപസ് ഈ വനത്തെ ധന്യമാക്കി. ഒടുവിൽ ഭഗവാൻ നാരായണൻ നേരിട്ടു പ്രത്യക്ഷപ്പെട്ട് ധ്രുവന് ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിച്ചു. ഇന്നും ധ്രുവൻ തപസ്സു ചെയ്ത ധ്രുവടീല ഭക്തർക്ക് ആത്മീയ ഊർജം പകരുന്നു. 2. ത്രേതായുഗം, ശത്രുഘ്നന്റെ വീര്യവും ലവണാസുരവധവും. ത്രേതായുഗത്തിൽ മധു എന്ന അസുരന്റെ മകനായ ലവണാസുരൻ ഈ വനത്തിൽ ഭീകരവാഴ്ച നടത്തുകയായിരുന്നു. ലവണാസുരന്റെ അക്രമങ്ങളിൽ നിന്ന് മുനിമാരെ രക്ഷിക്കാൻ ശ്രീരാമൻ തന്റെ അനുജനായ ശത്രുഘ്നനെ അയച്ചു. മധുവനത്തിൽ വെച്ച് നടന്ന ഘോരയുദ്ധത്തിനൊടുവിൽ ശത്രുഘ്നൻ ലവണാസുരനെ വധിച്ചു. ഈ വിജയത്തിനു ശേഷം ശത്രുഘ്നൻ അവിടെ മധുപുരി എന്ന നഗരം സ്ഥാപിച്ചു. ഇന്നും മധുവനത്തിലെ ശത്രുഘ്നക്ഷേത്രം ഈ ഐതിഹ്യത്തിന്റെ സ്മരണ പുതുക്കുന്നു. 3. ദ്വാപരയുഗം, കൃഷ്ണബലരാമന്മാരുടെ ലീലാവിലാസങ്ങൾ. യുഗങ്ങൾ മാറിമറിഞ്ഞു, ദ്വാപരയുഗനെത്തി. ഭഗവാൻ ശ്രീകൃഷ്ണനും ജ്യേഷ്ഠൻ ബലരാമനും തങ്ങളുടെ പശുക്കൂട്ടങ്ങളുമായി ഈ മധുവനത്തിൽ പതിവായി എത്തുമായിരുന്നു. മധുവനത്തിലെ മധുരമേറിയ പഴങ്ങൾ പറിച്ചു കഴിച്ചും യമുനാതീരത്ത് പശുക്കളെ മേയിച്ചും അവർ ഈ വനത്തെ ആനന്ദമയമാക്കി. കൃഷ്ണന്റെ ഓടക്കുഴൽ നാദം കേട്ട് മധുവനത്തിലെ മരങ്ങൾ പൂത്തുലയുകയും തേനീച്ചകൾ മധു നുകരാൻ ചുറ്റും കൂടുകയും ചെയ്യുമായിരുന്നു. ഭഗവാന്റെ പാദസ്പർശമേറ്റ ഈ മണ്ണ് ഇന്നും ഗോപികമാരുടെയും ഗോപാലന്മാരുടെയും പ്രണയത്തിന്റെയും ഭക്തിയുടെയും കഥകൾ മന്ത്രിക്കുന്നു. മധുവനത്തിന്റെ പ്രത്യേകതകൾ. പത്മപുരാണത്തിൽ പരാമർശിച്ചിട്ടുള്ള 12 പ്രധാന വനങ്ങളിലൊന്നാണിത്. മധുവനം, താലവനം, കുമുദവനം, ബഹുളാവനം, കാമ്യവനം, ഖദിരവനം, വൃന്ദാവനം, ഭദ്രവനം, ബിൽവവനം, ലോഹവനം, ഭണ്ഡീരവനം, മഹാവനം. ഈ 12 വനങ്ങളിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ള ഒന്നായി മധുവനത്തെ കണക്കാക്കുന്നു. ഭക്തർ നടത്തുന്ന ബ്രജ 84 കോസ് പരിക്രമയിൽ മധുവനം സന്ദർശിക്കുന്നത് വലിയ പുണ്യമായാണ് വിശ്വസിക്കപ്പെടുന്നത്.